മക്കളെ, 10ാം ക്ലാസ്സിൽ നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി എന്താ പ്ലാൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എന്തിനെ കുറിച്ചാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? SSLCയിൽ നല്ല റിസൾട്ട് വാങ്ങി നമുക്ക് +1 അഡ്മിഷൻ എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും +1 അഡ്മിഷൻ എടുത്താൽ എങ്ങനെ പഠിക്കും? കുറേ പഠിക്കാനുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏത് രീതിയിൽ പോകുന്നൊക്കെ. പക്ഷെ അവിടെയാണ് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നത്. 10th സിലബസ് അപ്ഡേറ്റ് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആദ്യം തൊട്ടേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ എക്സാം ഒക്കെ എഴുതി അത്യാവശ്യം നല്ല കോൺഫിഡൻസിൽ ഒരു സമാധാനത്തോടെയാണ് ഇരിക്കുന്നത് അല്ലേ? നന്നായിട്ട് എഴുതാൻ പറ്റിയത് ആദ്യം തൊട്ടേ നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ്. +1ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ, അതായത് ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുന്നുണ്ട്, കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. അഗ്നി +1 ബാച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പ്ലാനാണ്, ഇൻഫിനിറ്റി ആൻഡ് ബേസ് പ്ലാൻ ആണ്. ഇൻഫിനിറ്റി പ്ലാനിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് കിട്ടും, അതിൻ്റെ നോട്ട്സ്, നമുക്ക് യൂണിറ്റ് ടെസ്റ്റ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പേർ വീഡിയോസിൻ്റെ ആക്സസ് ഉണ്ട്, ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് ലഭിക്കും. ഇനി നിങ്ങൾക്ക് മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാ ലേൺ അങ്ങനെ പഠിക്കാനുള്ള എക്സ്ട്രാ മെറ്റീരിയൽസ് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് കമ്മിങ് 2.0 3.0 ബാച്ചിലേക്കും ആക്സസ് ലഭിക്കും. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻഫിനിറ്റി പ്ലാൻ തന്നെ എടുക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ലൈവ് ക്ലാസ് കണ്ടാൽ മതി, അതിൻ്റെ നോട്ട്സും എക്സാം ഒക്കെ നടത്തിയാൽ മതി എന്നൊക്കെ ഉണ്ട്, ജസ്റ്റ് ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസും മതിയെങ്കിൽ നിങ്ങൾ ബേസ് പ്ലാൻ ആണ് എടുക്കേണ്ടത്. സോ ഈ 2 പ്ലാനിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ബാച്ചിലേക്ക് വരിക. ഇൻഫിനിറ്റി പ്ലാൻ ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ നമുക്ക് ആദ്യം തൊട്ടേ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും കൂടെ പോരെ. അസ്ത്ര ബാച്ചിലുള്ള കുട്ടികളെയും വളരെ സ്നേഹത്തോടെ തന്നെ നമ്മൾ അഗ്നിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വേണം അഗ്നി ബാച്ചിലേക്ക് വരാൻ. അടിപൊളിയായിട്ട് ആദ്യം തൊട്ടേ പഠിക്കാം, നല്ല റിസൾട്ടിലേക്ക് എത്താം.